കാർ യാത്രികയായ ബ്ലോഗറെ അപകടത്തിൽപ്പെടുത്താൻ ശ്രമം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി കൂമ്പൻപാറയ്ക്ക് സമീപമാണ് സംഭവം. ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ മനഃപൂർവ്വം അപകടം സൃഷ്ടിക്കാനായിരുന്നു ശ്രമം. ഞങ്ങൾ ഇന്നലെ വർക്കിന് പോകുന്ന സമയത്ത് ഈ വണ്ടി ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. ഒരു 10 കിലോമീറ്ററോളം. ഞങ്ങൾക്ക് സൈഡ് തരുമൊന്നും ചെയ്തില്ല. പിന്നെ ഞങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡിലെത്തിയപ്പോൾ ഓവർടേക്ക് ചെയ്ത് കയറുന്ന കണ്ടപ്പോൾ പുള്ളി ആദ്യം സ്ലോ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്പീഡ് കൂട്ടിയ ഒപ്പം തന്നെ പുള്ളി സ്പീഡ് കൂട്ടുകയും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടി വന്നപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിക്ക് പുള്ളി വന്ന് അവിടെ ചവിട്ടി നിർത്തുകയാണ് ചെയ്തത്. സത്യത്തിൽ അവിടെ വണ്ടി നിർത്തേണ്ട ഒരു ആവശ്യമില്ല, പുള്ളിക്ക് കടന്നു പോകായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഞങ്ങൾക്ക് പണി കിട്ടിയെന്നുള്ള രീതിയിൽ പുള്ളി മിററിൽ കൂടെ നോക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. ജെയിനിസ് രാജു ചേർന്ന വിവരങ്ങളുമായി. ജെയിൻ, ഗുഡ് മോർണിംഗ്. നമ്മുടെയൊക്കെ നാട്ടിൽ ഗതാഗത സംവിധാനത്തിൽ റോഡിൽ പാലിക്കേണ്ട മര്യാദകളിൽ ഇപ്പോഴും യാതൊരു അവബോധവും പല മനുഷ്യർക്കും ഇല്ല എന്ന കാര്യം കൂടിയാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. ഇത് പെട്ടെന്നുണ്ടായ എന്തെങ്കിലും തോന്നലിൽ ചെയ്തതാണോ, ഏതെങ്കിലും മുൻവൈരാഗ്യവുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ എന്തെങ്കിലും ചെയ്തതാണോ? വിശദ വിവരങ്ങൾ എന്താണ് ഈ വ്ലോഗർ പറയുന്നത്? മോത്തി, അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല. കാരണം ഈ വാഹനം ഓടിച്ച ജീപ്പിന്റെ ഡ്രൈവർ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ വാഹനത്തിൽ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരുന്നില്ല പിൻവശത്ത്. അതുകൊണ്ട് ഈ വാഹനത്തിന്റെ ഉടമ ആര് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇത് സാധാരണ പലപ്പോഴും നടക്കുന്നതാണ്. നാട്ടിൻപുറങ്ങളിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വെച്ച് നൽകുക എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വാഹനത്തെ മനഃപൂർവ്വം അപകടത്തിൽപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം സമീപനം കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം സമീപനത്തിലൂടെ ചെയ്യുന്നത്. ഇതിൽ പല പ്രകോപനം ഉണ്ടാവും. ഒരുപക്ഷെ പിന്നിൽ നിന്ന് പലതവണ ഓണടിച്ചതുകൊണ്ടോ അതങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനമാണ് ഇത്തരം സംഭവങ്ങളിലേക്ക് നയിക്കുന്നത്. പക്ഷേ നമ്മൾക്കറിയാം, ഒരു വാഹനം ഓവർടേക്ക് ചെയ്യുന്നത് ഇടതുവശത്തുള്ള ഒരു വാഹനത്തിന്റെ ഡ്രൈവറെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നത്. അയാളുടെ കൂടി സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഓരോ വാഹനം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ വശത്തുള്ള ആ വാഹനം സ്പീഡ് കുറയ്ക്കുകയും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന വാഹനത്തിന് കടന്നു പോകാനുള്ള അവസരം ഒരുക്കുകയുമാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഈ ജീപ്പ് ഓടിച്ച അയാൾ നിരത്തിലിറങ്ങാൻ പോലും യോഗ്യനല്ലാത്ത ഒരാളാണ്. കാരണം സഹജീവി സ്നേഹം അദ്ദേഹത്തിനില്ല. അത് മാത്രമല്ല, സഹജീവിയെ അപകടത്തിൽപ്പെടുത്താൻ മനഃപൂർവ്വം ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ അയാൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസിന് പ്രാപ്തനായിട്ടുള്ള ഒരാളല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സ്വയം അപകടത്തിൽപ്പെടാതിരിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ അപകടത്തിൽപ്പെടുത്താതിരിക്കാനുള്ള ഒരു സമീപനം കൂടി എല്ലാ ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. പക്ഷെ അത്തരം ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അടിമാലി സ്വദേശിയായിട്ടുള്ള ഒരു ബ്ലോഗറാണ് നിറ്റുവും ഭർത്താവും ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അടിമാലി കൂമ്പൻപാറയ്ക്ക് സമീപം 10-ാം തീയതിയായിരുന്നു ഈ സംഭവം. ഈ നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പിലോ പോലീസിലോ പരാതി നൽകാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വാഹനം പെട്ടെന്നൊന്നും രൂപമാറ്റം സംഭവിച്ചിട്ടില്ല എങ്കിൽ, എന്തെങ്കിലും രൂപമാറ്റം നടത്തിയിട്ടില്ല എങ്കിൽ ഈ വാഹനം ഒരുപക്ഷെ കണ്ടെത്താനോ തിരിച്ചറിയാനോ കഴിഞ്ഞേക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജെയിൻ, ഏതായാലും ഈ കാര്യങ്ങൾ വെച്ച് ഉറപ്പിക്കാൻ കഴിയുന്നതേയല്ല. നമ്മുടെ നാട്ടിൽ ഇത് വളരെ പതിവുള്ള ഒന്നാണ്. ഓരോ ദിവസവും ഒരു മുൻവൈരാഗ്യവും ഇല്ല എങ്കിൽ കൂടിയും വളരെ പെട്ടെന്നുണ്ടാകുന്ന ചില പ്രകോപനപരമായ ചിന്തയിൽ നിന്നും ചില മനുഷ്യരൊക്കെ റോഡിൽ ഇങ്ങനെ കാണിക്കാറുണ്ട്. നമ്മളെ ഒരു വശത്തേക്ക് ചേർത്ത് അവിടെ അങ്ങനെ നമ്മളെ ഇടിച്ച് തകർത്ത് മുന്നോട്ട് പോകാനുള്ള ചില ശ്രമങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ടോ? എങ്ങാനും ഒന്ന് ഓവർടേക്ക് ചെയ്ത് പോയാലോ, പിന്നെ അഭിമാനക്ഷതമായി എന്ത് വില കൊടുത്തും ആ വാഹനത്തെ മറികടന്നേ മതിയാവൂ എന്ന വാശിയിൽ അതിവേഗത്തിൽ പാഞ്ഞു പോയി പല വാഹനങ്ങളിലും ഉരസി അപകടം ഉണ്ടാക്കുക വരെ ചെയ്യുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അതിനുശേഷം അങ്ങനെ ആ മിററിലൂടെ നോക്കി അവരുടെ ഒരു വിജയശ്രീലാളിതരായ ഒരു ചിരിയുണ്ട്. ഞാനത് നേടിയിരിക്കുന്നു എന്ന മട്ടിൽ. ഇതൊക്കെ എന്തിനാണ് എന്ന് എത്ര ആലോചിച്ചാലും നമുക്ക് മനസ്സിലാവില്ല. ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആരെങ്കിലും ഈ വേക്കപ്പ് കേരള കണ്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ യാത്ര ചെയ്യാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കുമുണ്ട്. ഗതാഗത സംസ്കാരം, വാഹനമോടിക്കൽ സംസ്കാരം നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട് നമ്മുടെ നാട്ടിൽ. ചെറിയ കുഞ്ഞുങ്ങൾ അടക്കമുള്ളവർക്ക് വരെ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അവരിൽ നിന്ന് തന്നെയാണ് ഏറ്റവും ആദ്യം ഇത് തുടങ്ങേണ്ടത്. വാഹനം ഓടിക്കുന്നത് യാത്ര ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ മറ്റൊരാളോടും പക വീട്ടാനല്ല എന്നത് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും.